ആറ്റിങ്ങൽ CPM-ന് ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ. കഴിഞ്ഞ തവണത്തെ തരംഗത്തിൽ, കഴിഞ്ഞ തവണത്തെ വേവിൽ അവിടെ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പുഷ്പം പോലെ ജയിച്ചു. ഇത്തവണ സിറ്റിംഗ് MP ആയിട്ട് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ഇറങ്ങുമ്പോൾ എന്തു വിധേനയും മണ്ഡലം തിരികെ പിടിക്കാനാണ് വി ജോയ് എന്ന ജില്ലാ സെക്രട്ടറിയെ തന്നെ CPIM ഇടത് മുന്നണി കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ജോയ് ജയിക്കുമോ അതോ അടൂർ പ്രകാശ് മണ്ഡലം നിലനിർത്തുമോ? കഴിഞ്ഞ നമ്മുടെ ആദ്യഘട്ടം സർവേയിൽ 4% അടൂർ പ്രകാശ് മുന്നിലായിരുന്നു. അത് മറികടക്കാൻ വി ജോയ്ക്ക് കഴിഞ്ഞു. വി ജോയുടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്, പ്രത്യേകിച്ചും അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്. അതെ, എന്ന് മാത്രമല്ല ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ്. വി മുരളീധരൻ എന്ന സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ താമര ചിഹ്നത്തിൽ NDAക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ കാണിച്ച അത്ഭുതം നമ്മൾ മറന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആറ്റിങ്ങലിൽ എന്താണ് സംഭവിക്കുക? ആറ്റിങ്ങലിലെ ഇഞ്ചോടിഞ്ചിൽ ആരാണ് ഒരിഞ്ച് മുന്നിൽ? അതാണ് ഇനി അറിയാനുള്ളത്. വരട്ടെ റിസൾട്ട്. ആറ്റിങ്ങലിൽ ഇതാ അടൂർ പ്രകാശ് ലീഡ് നിലനിർത്തുന്നു. പക്ഷേ കേവലം ഒരൊറ്റ പോയിന്റ്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ അടൂർ പ്രകാശ് താഴോട്ട് വരികയാണ്. കഴിഞ്ഞ നമ്മുടെ ഒന്നാം ഘട്ട സർവേയേക്കാൾ അടൂർ പ്രകാശ് താഴോട്ട് വരുന്നു. ഇപ്പോൾ ഒറ്റ % മാത്രമേ അടൂർ പ്രകാശ് മുന്നിലുള്ളൂ എന്ന് പറഞ്ഞാൽ വി ജോയി മുന്നേറുകയാണ്. അവിടെ 4 പോയിന്റിന്റെ വ്യത്യാസം 1 പോയിന്റ് വ്യത്യാസമായി ചുരുങ്ങിയിരിക്കുന്നു. അടൂർ പ്രകാശും വി ജോയും തമ്മിലുള്ള വ്യത്യാസം കേവലം 1 പോയിന്റായി 1% കുറഞ്ഞിരിക്കുന്നു. അതായത് കഴിഞ്ഞ 22 ദിവസം കൊണ്ട് 4-ൽ നിന്ന് 1 ആ വ്യത്യാസം ചുരുങ്ങിയെങ്കിൽ അതിനർത്ഥം വളരെ ടൈറ്റായ മത്സരം നടക്കുകയാണ് ആറ്റിങ്ങലിൽ. വളരെ ശക്തമായ പോരാട്ടം നടക്കുകയാണ് അടൂർ പ്രകാശും വി ജോയും തമ്മിൽ. അതുപോലെ തന്നെ 29% വി മുരളീധരനും ഉണ്ട്. അതായത് LDF-ന് 33% 29% വി മുരളീധരനുള്ളത്. അതായത് LDF-നേക്കാൾ വെറും 3 പോയിന്റ് മാത്രം പുറകിൽ, 3% മാത്രം പുറകിൽ NDA ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ആറ്റിങ്ങൽ. നോക്കൂ, അടൂർ പ്രകാശിന് നമ്മുടെ ആദ്യത്തെ പ്രൊജക്ഷൻ അനുസരിച്ച് 36% വോട്ട് ലഭിക്കുമെന്നായിരുന്നു 22 ദിവസം മുൻപ് നമ്മൾ പ്രൊജക്ട് ചെയ്തത്. എങ്കിൽ അത് 34 താഴ്ന്നു, -2. അതേസമയം വി ജോയ്ക്ക് 32 നമ്മൾ പ്രൊജക്ട് ചെയ്തിരുന്നതെങ്കിൽ അത് 33 ആവുന്നു, +1. അതായത് 2% ഇടിവ് അടൂർ പ്രകാശിന് ഉണ്ടാകുമ്പോൾ വി ജോയ്ക്ക് 1% വർധനമാണ് ഉണ്ടാകുന്നത്. വി മുരളീധരന്റെ വോട്ട് ഷെയറിൽ മാറ്റമില്ല. നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, വി ജോയി തിരുവനന്തപുരത്ത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. സംഘടനാ സംവിധാനത്തിൽ ശക്തമായ ഒരു നിയന്ത്രണം അദ്ദേഹത്തിനുണ്ട്, പാർട്ടിക്കുണ്ട്, എല്ലാമുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുമ്പോൾ പന്ന്യന്റെ വേന്ദ്രനോടൊപ്പം പ്രവർത്തിക്കാൻ ആള് കുറവാണ്. എല്ലാവരും ആറ്റിങ്ങിലേക്ക് പോയി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ സർവ്വശക്തിയും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ നേരത്തെ വി മുരളീധരന്റെ സാന്നിധ്യത്തിന്റെ കാര്യം പറഞ്ഞത്, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം. ഏതാണ്ട് 70% വരും. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ വന്ന് ഇത്രയും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ വി മുരളീധരൻ വന്ന് മത്സരിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. ഇതിനോടൊപ്പം തന്നെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും നിർണായകമായ ശക്തിയാണ് അവിടെ. ഈ തരത്തിൽ വി മുരളീധരന് വോട്ടുകൾ മാറ്റാൻ കഴിയുമ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കഴിഞ്ഞ തവണ അതിന് കാരണമുണ്ടായിരുന്നു, അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ അതുണ്ടോ, അതോ വി ജോയി അത്തരത്തിലുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ചും വർക്കല മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചത് അത്തരത്തിലുള്ള ഒരു വോട്ട് സമാഹരണത്തിലൂടെയാണ്. ആ മാജിക്ക് അദ്ദേഹത്തിന് ആറ്റിങ്ങലിൽ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, 34-33 ഇഞ്ചോടിഞ്ചാണ്. ഒരൊറ്റ പോയിന്റിന് അടൂർ പ്രകാശ്. അത്രയും ക്ലോസ് ആണ്. ആറ്റിങ്ങൽ ഒരു ഫലപ്രവചനം സാധ്യമാകാത്ത വിധത്തിൽ ടു ക്ലോസ് ആണ്. ആ ആറ്റിങ്ങലിൽ അടിയൊഴുക്കുകൾ വിധി നിർണ്ണയിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാം. കാത്തിരുന്ന് കാണണം. നമ്മുടെ സർവേ അനുസരിച്ച് ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച്.